ആര് കപ്പടിക്കുന്നു, ആർക്കാണ് കൂടുതൽ പോയിന്റ് എന്നത് സത്യമായും ഇവരുടെ ആലോചനകളിൽ ഇപ്പോഴില്ല എന്നുള്ളതാണ് സത്യം. ഈ പുലികളൊക്കെ ദേശത്തിൻ്റെ പുലികളാണ്, ഈ പുലികളൊക്കെ തൃശ്ശൂരിൻ്റെ പുലികളാണ്. ആ ഓരോ പുലികൾക്കും ആ പറയുന്ന വരവേൽപ്പ് ഏത് സംഘമായിക്കോട്ടെ ആ പുലികളെയൊക്കെ അവർ അത്രത്തോളം ഹൃദയത്തോട് ചേർന്ന് വരവേൽക്കുന്നുണ്ട്. സീതാറാം ബില്ലിൻ്റെ നിശ്ചല ദൃശ്യം ഇങ്ങോട്ടേക്ക് വരുന്നു. അവിടെ അതിൽ സിറിഞ്ചുണ്ട്, ഒരു കഴുകൻ ഏറ്റവും ഉള്ളൊരു അല്ല കഴുകനല്ലേ അത് കഴുകൻ അല്ലേ ഒരു കഴുകനുണ്ട്, ഒരു കഴുകൻ കൊച്ചിനെ കുത്തുന്ന കഴുകനുണ്ട്. അവിടെ ഒരു കണ്ണു കെട്ടിയ നീതിദേവതയുണ്ട്. അവിടെ സിഗരറ്റ്, പാൻ മസാല, സിറിഞ്ച്, സൂചി, തലയോട്ടി, ഈ പറയുന്ന മയക്കുമരുന്ന് ഏത് രീതിയിലാണ് നമ്മുടെ യുവാക്കളില്ലാതെ നോ ഡ്രഗ്സ് എന്ന മുദ്രാവാക്യം ഓട്ടമുണ്ട്. അങ്ങനെ മയക്കുമരുന്ന് ഏത് രീതിയിലാണ് നമ്മുടെ യുവാക്കളെ, നമ്മുടെ യുവത ഇല്ലാതാക്കുന്നതെന്ന് വ്യക്തമാക്കുന്ന നിശ്ചല ദൃശ്യം നമ്മൾ കുറേയധികം കാണുന്നുണ്ട്. നമ്മൾ ഈ എല്ലാ ദേശങ്ങളുടെയും നിശ്ചല ദൃശ്യങ്ങളുടെ എല്ലാ ദേശവും 2 നിശ്ചല ദൃശ്യമാണ്. അതിലൊന്ന് ലഹരിക്കെതിരായ ബോധവൽക്കരണമാണ്. തീരുമാനിച്ചുറപ്പിച്ച മണ്ഡലത്തിന് അത് കൂടാതെ കോർപ്പറേഷന്റെ ഒരു ലഹരി ബോധവൽക്കരണം നമ്മൾ കണ്ടു. ഇനി കാണാനുള്ളത് ഏതൊക്കെ തരത്തിലുള്ള വെറൈറ്റി പുലികൾ വരാനിരിക്കുന്നുള്ളതാണ് ഇനിയുള്ള ആകാംക്ഷ. അത് നേരം ഇരുട്ടുമ്പോഴാണ് ആകാംക്ഷയ്ക്ക് മൂർച്ച കൂടുന്ന കാര്യം. നേരം ഇരുട്ടുമ്പോഴാണ് ഇത്തരത്തിലുള്ള LED പുലികൾ, തിളങ്ങുന്ന പുലികൾ കൂടുതൽ നിരത്തിലേക്ക് അടിവെച്ചിറങ്ങുക. കാട്ടിൽ നിന്നും മടയിൽ നിന്നും അങ്ങനെ വെളിച്ചപ്പെട്ട് ഇറങ്ങുന്ന പുലികൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യം അറിയാൻ വേണ്ടി ആകാംക്ഷ കാത്തിരിക്കുകയാണ് നമ്മളല്ലേ. ചേട്ടാ, ഇനി വരാനുള്ള പുലികൾ ഏതൊക്കെയായിരിക്കും? LED വിയ്യൂരിന്റെ പുലിയുണ്ട്, അതും വെറൈറ്റി എന്തെങ്കിലും ഉണ്ടാവും? തീർച്ചയായിട്ടും. ചേട്ടാ, വിയ്യൂർ പുലി ഗംഭീരാവൂലേ? എന്തെങ്കിലും വെറൈറ്റി ഉണ്ടോ? സർപ്രൈസ് ഉണ്ടാവും. ഇതിലൂടെ കുട്ടൻകുളങ്ങരയുണ്ട്, കുട്ടൻകുളങ്ങര, വിയ്യൂര്, അല്ല 2 ദേശം ബാക്കിയുണ്ട്. അപ്പോൾ കൂടുതൽ ദേശങ്ങൾ ഇങ്ങോട്ടേക്ക്. മാത്രമല്ല ഈ അയ്യന്തോളിൻ്റെ ഒന്ന് സർപ്രൈസ്, ഈ ഒലക്കപ്പുലി എടുത്തു ദൈവം കുഴപ്പമില്ല എടുത്തു. ഈ ഒലക്കപ്പുലി എന്തോ അറിയോ? ഒലക്കപ്പുലി എന്തോ അറിയോ? അങ്ങനെ പറഞ്ഞാൽ നമുക്ക് വലിയ ധാരണയില്ല. അറിയില്ലേ? നമുക്കറിയില്ല ചേട്ടാ. ഒലക്കപ്പുലി എന്തോ? ഞാൻ നാട്ടുകാരല്ലതാണോ? അല്ല, കേരളക്കാരാണോ? കേരളക്കാരാണ്, പക്ഷെ എനിക്ക് ചുമ്മാ പറഞ്ഞ. അപ്പോൾ ഒന്നുമില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇനി ഈ താളം അറിയാത്തവർ, അല്ലെങ്കിൽ ഞാൻ വന്നല്ലോ കേട്ടോ, അത് കാര്യമൊന്നുമില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ താളം അറിയാത്തവർ, ഇതിൻ്റെ ഏതെങ്കിലും തരത്തിൽ ശാസ്ത്രീയത അറിയാത്തവർക്കൊക്കെ സുഖമായിട്ട് എൻജോയ് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ്. ഇപ്പോൾ കോട്ടയത്തു നിന്നും മലപ്പുറത്ത് എൻ്റെ നാട് പന്തളത്തു നിന്നും അവിടുന്ന് ഇവിടുന്ന് ഇഷ്ടംപോലെ മനുഷ്യന്മാർ ഇങ്ങോട്ടേക്ക് ഈ പുലിയെ കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അയ്യന്തോൾ ദേശത്തിന്റെ നേരം ഇരുട്ടി തുടങ്ങുമ്പോൾ അത് കൂടുതൽ മനോഹരമായ കാഴ്ചയായി മാറുകയാണ്. മെറ്റാലിക് പുലി അതാണിപ്പോൾ കാണുന്നത്. നീല, വയലറ്റ്, പച്ച നിറത്തിലൊക്കെ ഉള്ളത് മെറ്റാലിക് കളറുകളാണ്. അങ്ങനെ മെറ്റാലിക് പുലികൾ കൂടി ഇത്തവണത്തെ പ്രത്യേകതയാണ്. ഓരോ ദേശക്കാർക്കും ഓരോ പ്രത്യേകതയുണ്ട്. ഓരോ വെറൈറ്റി പുലികളുമായി അവരങ്ങനെ ഇറങ്ങുകയാണ്. ഇനി LED പുലിയൊക്കെ വരാനിരിക്കുന്നു, ഡിജിറ്റൽ പുലികളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ പുലി വണ്ടിയൊക്കെ നമ്മൾ നേരത്തെ കണ്ടു. അത്തരത്തിലേക്ക് പുതിയ കാഴ്ചകളൊക്കെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.